പിന്നെ ലൈക്ക് യു സെഡ് ലൈക്ക് എംപ്ലോയീസ് പണ്ട് മുതലുള്ള എംപ്ലോയീസ് ആണ്. മലയാളികളാണോ ഗുജറാത്തികളാണോ? മലയാളീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം ഗുജറാത്തീസാണ്. ഓൾ ദി 36? ഇല്ല, അതിൽ രണ്ടുപേരും മലയാളീസ്, ബാക്കിയുള്ളവരൊക്കെ. ആ 2 മലയാളികൾ എന്താ ജോലി ചെയ്യുന്നത്? അവിടെ ടൂൾ റൂം, ഡൈ മോൾഡ് മേക്കിംഗ്, ഡൈ മാസ്റ്റർ ആണോ? ഫാദർ 1964 ഇവിടെ ഉണ്ട്. 1964 അന്ന് 7 to 8 ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ ഫുൾ സൂറത്തിൽ. 7 to 8 ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ കഷ്ടപ്പാട് എന്നുള്ളത് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഫാദർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാദർ ആ കഷ്ടം മക്കളെ അറിയിച്ചിട്ടില്ല. പക്ഷെ ആളുടെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു സൂറത്തില്, അതുകൊണ്ട് നമ്മുടെ ബിസിനസിന്. വെരി ഗുഡ്. സോ അച്ഛന്റെ പേര് നിലനിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അപ്പനുണ്ട്, അമ്മയില്ല, 4 brothers and 4 sisters. 4 brothers and 4 sisters മൊത്തം. ഐ സി. നിങ്ങൾ എത്രാമത്തെയാണ്? 9th. Okay, you have all these 8 as elders. I say അവരൊക്കെ എവിടെയുണ്ട്? അവര് ഒരാള് ഹൈദരാബാദ്, ബാക്കിയുള്ളവര് നാട്ടിലാണ്. എല്ലാവരും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യണു. അപ്പം ട്രാൻസ്ഫർ ആയിട്ട് ഹൈദരാബാദിൽ വന്നത്. ബാക്കിയെല്ലാവരും നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോ എന്നാലും ഞാൻ പോവും. ഇപ്പൊ ഒരു കല്യാണം വരുന്നുണ്ട്, അപ്പൊ 26th പോവും, 27th അറ്റൻഡ് ചെയ്യും, 28th വരും. ഒറ്റയ്ക്ക് പോവാറുണ്ട് അല്ലെ? ഇത് പോവാറുണ്ട്. ഇപ്പൊ കല്യാണത്തിന് ഒരുമിച്ചാ പോകുന്നത്. പിന്നെ അങ്ങനെ മിസ്സിങ് അങ്ങനെ തോന്നില്ലേ? പിന്നെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലങ്ങളായി? ഇപ്പൊ 15 years ആയി. എത്ര മക്കളുണ്ട്? 2 പേര്, ആണും ഒരു പെണ്ണും. എന്താ ചെയ്യുന്നവര്? മോൻ 8th, മോള് 6th. അവർ രണ്ടുപേരും ഭയങ്കര ആക്റ്റീവാണ്. അമ്മയാണ്, അതാണ് അങ്ങനെ പറയുന്നത്. കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വീട്ടില് ലൈക്ക് ഷീസ് ദ ഹോം മേക്കർ, അവരാണ് വീട് നോക്കുന്ന ആള്. കുട്ടികളോട് സ്ട്രിക്റ്റ് ആയിട്ട് ആരാണോ ഉണ്ടാവുക? നിങ്ങളാണോ വൈഫാണോ? ഞാനാണ്. പഠിപ്പില് വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ ഈ നോർമലി നമ്മുടെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളെ കാണാറുണ്ട്. മറ്റുള്ള കുട്ടികളെ കണ്ടിട്ട് അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവൻ ആ ക്ലാസ് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ കുട്ടികളെ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെയില്ല. എന്നാലും ഇവരിപ്പോ ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കേണ്ട ഓരോ കാര്യങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ്ട് ഒരിക്കൊരു ഡെവലപ്മെന്റ് കുട്ടികൾക്ക് ഉണ്ടാവില്ലേ. അപ്പൊ നമ്മളിപ്പോ മ്യൂസിക് ക്ലാസ്, ഡ്രോയിങ് ക്ലാസ്, അപ്പൊ അതിനൊക്കെ വിടാറുണ്ട്. അതൊക്കെ ചെയ്താന്ന് വെച്ചാൽ ഭാവിക്ക് വേണ്ടിട്ട് നല്ലതാണ്. ശരിയാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. തീർച്ചയായിട്ടും അത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. എഡ്യൂക്കേഷൻ ഈസ് എ ടൂൾ ഓൾവേസ്. പൊതുപ്രവർത്തനത്തിലൊക്കെ ഇൻവോൾവ് ആണോ? സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ? സോഷ്യൽ വർക്ക് ചർച്ചായിട്ട് ഇങ്ങനെ വല്ല ലെപ്രസി ഹോസ്പിറ്റലാ ഈയിടെയൊക്കെ ഇന്നലെ ഇവര് പോയി ലെപ്രസി ഹോസ്പിറ്റലിൽ പോയി അവന് ഊണൊക്കെ കൊടുക്കും. ലെപ്രസി അവർക്ക് നോൺ വെജ് കിട്ടാറില്ല. അപ്പോ ഞങ്ങള് നോൺ വെജ് കൊടുക്കുമ്പോ അവർക്ക് നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതല്ലാതെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒത്തിരി മലയാളി അസോസിയേഷൻ, സമാജം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കേരള സമാജം ഉണ്ട്. മെമ്പർ മാത്രമായിട്ട്, സോ ഭാരവാഹിയല്ല. പിന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഗുജറാത്തിൽ വന്ന് ജനിച്ചു വളർന്ന നിങ്ങൾക്ക് കേരളത്തിലുള്ള നമ്മുടെ കേരളീയത്തിന് എന്താ അഡ്വൈസ് പറയാനുള്ളത്? ബിസിനസ് തുടങ്ങാനെങ്കിൽ എന്താ പറയാ, ഒരു സപ്പോർട്ടിംഗ് ഉള്ള ആൾക്കാർ. നമുക്കിപ്പോ അവിടെ വന്നാലും എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അവിടുന്ന് സപ്പോർട്ടിങ് കിട്ടണം നമുക്ക്. തീർച്ചയായിട്ടും. അതിന് ബിസിനസ് കേരളത്തിൽ തുടങ്ങാ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ആഗ്രഹമുണ്ട്. സി, അതാണ് ഒരു റിയൽ മലയാളി. ജനിച്ചു വളർന്ന നാട്ടിൽ എപ്പോഴും ഒരു ബിസിനസ് ചെയ്യണം എന്ന് തോന്നുന്ന ആ മനസ്സ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും? മാറ്റിയെടുക്കണം, ബ്രെയിൻ വാഷ് ചെയ്തെടുക്കണം. നാടിനോട് ഇത്ര വെറുപ്പാണോ? നാട്ടിൽ ലാംഗ്വേജ് പ്രോബ്ലം മെയിൻ ആയിട്ട് വായിക്കാറില്ല. പിന്നെ സിസ്റ്റർ ഇവിടെ ബോംബെയിലാണ്, അനിയൻ ഇവിടെ ഉണ്ട്, അമ്മച്ചി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ പോവാൻ ഒരു അമ്മച്ചിന്റെ ഫോണിലെ നാട്ടിലേക്ക്. ശരി. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് ചെല്ലാനോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെല്ലാനോ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സംഭവം ഒന്നുമേ തന്നെ ഇല്ല. അപ്പോൾ എന്റർടൈൻമെന്റ് എന്ന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എന്താണ്? എവിടേക്കാണ് പോവുക?
ലാസ്റ്റ് ദീപാവലി വെക്കേഷനിൽ ഞങ്ങൾ മൂന്നാർ, ഇടുക്കി അവിടെയൊക്കെ. അപ്പൊ നമ്മുടെ നാട് വേണം അല്ലേ? അപ്പൊ നമ്മുടെ നാട് വേണം. പോയി അവിടെ കമ്പൽസറി ആയിട്ട് കറങ്ങും. പിന്നെ ഗെറ്റ് ടുഗദർ ഉണ്ടാവാറുണ്ട്, ഫ്രണ്ട്സ്മാരുടെ പിക്ചറിന് പോവാ, പിന്നെ ഓരോരോ സ്ഥലങ്ങളില്. അല്ലെങ്കിൽ തന്നെ ലൈക്ക് അതർ ഡേയ്സിലൊക്കെ സ്കൂളുള്ള സമയത്തൊക്കെ പുറത്തൊന്നും പോവാൻ തന്നെ സമയം ഉണ്ടാവില്ല അല്ലേ? എന്നാലും ഞങ്ങള് ലേഡീസ് ഗെറ്റ് ടുഗദർ വെക്കാറുണ്ട്. ലേഡീസ് മാത്രം അടിച്ചു പൊളിക്കും. ഒരുമിച്ച് സിനിമയ്ക്ക് പോവാ, ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാ, അങ്ങനെയൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ നാട് മിസ് ചെയ്യുന്നത് അല്ലേ? ഒരു ശരിക്കും ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് വളരെ എൻജോയബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ജീവിതം. കമ്പൽസറി ആണ് എവരി മന്ത്ലി എവിടെയെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ. ഇപ്പൊ വലിയൊരു ഫാം ഹൗസിലോ അങ്ങനെ എന്തെങ്കിലും വലിയൊരു ബർത്ത്ഡേ റീസൺ ഉണ്ടായാൽ മതി. അങ്ങനെ അത് എങ്ങനെയാണ് ആ പാർട്ടി കൊടുക്കുന്ന ആള് എന്തെങ്കിലും ഒക്കേഷനിലുള്ള ആൾ മാത്രമാണോ കൊടുക്കുക, അല്ലെ എല്ലാരും ചേർന്നിട്ടാണ്? എന്റെ പാർട്ടി നടക്കുകയാണെങ്കിൽ, എന്റെ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ ബാക്കിയുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യും. അവരാണ് സെലിബ്രേറ്റ് ചെയ്യും. ഐ സി. സോ അങ്ങനെയാണ് അവരെല്ലാം ഫുൾ അറേഞ്ച് ചെയ്യും. ഇത് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയാണ് പൊതുവെ നമ്മളാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തി നമ്മുടെ പൈസയൊക്കെ. ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ? ബിക്കോസ് വിൽ ബി ഫീലിംഗ് വെരി ഹോണർഡ് അല്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നാലും വളരെ സന്തോഷകരമായ ഒരു ഫാമിലിയാണ്. വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവാണ്. മാത്രമല്ലാതെ തന്നെ വളരെ സമാധാനത്തോടു കൂടി ഗുജറാത്ത് കഴിയുന്ന ഒരു ഫാമിലിയാണ് അല്ലേ? അതാണ് ടു ബി മോർ പ്രിസൈസ്. സോ എന്തായിരുന്നാലും എനിക്ക് അരമണിക്കൂർ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇതാ പറയുമ്പോഴേക്ക് കഴിഞ്ഞു. സോ എന്തായിരുന്നാലും നല്ല വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വളരെ എന്താ പറയുക സ്നേഹത്തോടു കൂടിയിട്ടും നല്ലൊരു രീതിയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടായി. വളരെ സമാധാനത്തോട് ഈ ഗുജറാത്തിൽ കഴിഞ്ഞു കൂടുന്ന ഈ മലയാളികളെ ഇന്ന് പരിചയപ്പെടാൻ പറ്റിയതിൽ പ്രേക്ഷകർക്കും വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടാവും. ഓൺ ബിഹാഫ് ഓഫ് ദം ഐ എം താങ്കിങ് യു എ ലോട്ട്. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രേക്ഷകർ എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? സ്നേഹം. അവർ രണ്ടുപേരും പറഞ്ഞത് മാറി മാറി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫാമിലിയിൽ വേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം ബിസിനസ് മാനായി ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പേഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് അല്പം പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഉയർച്ചയ്ക്ക് എത്താൻ പറ്റുള്ളൂ. പേഷ്യൻസ് വേണം. ആസ് വെൽ എസ് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. എല്ലാ ബിസിനസ് പീപ്പിളും നോബഡി ഹാസ് കം ഫ്രം ദ ടോപ്പ് പൊസിഷൻ. എല്ലാവരും 0 എന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ 50%. മേ ബി ഇദ്ദേഹത്തിൻ്റെ മാതിരി അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടാക്കി വെച്ച ബിസിനസ്സിൽ പിന്നീട് എഫേർട്ട് ഇട്ട് അതിനെ ഒരു വലിയ നല്ല രീതിയിൽ കൊണ്ടെത്തുന്ന ഒത്തിരി മലയാളികളുണ്ട്. നമ്മൾ മറുനാട്ടിൽ വരുമ്പോഴാണ് മലയാളിയുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിനെ കണ്ട് ശരിക്കും ഒരു അത്ഭുതകരം എന്ന് തന്നെ പറയാം. എന്തായിരുന്നാലും നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ ഇതുമാതിരി ജീവിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും നല്ല എപ്പിസോഡായിട്ട് നിങ്ങളെ എത്തിക്കുന്നത്. എന്തായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. ഐ വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അൻടിൽ ദെൻ ഇറ്റ്സ് മീ സ്മിത. ബൈ. സോ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു അച്ചീവ് ഓസ്കർ അവാർഡ്? ഓസ്കർ അവാർഡ് നേടിയെടുത്ത ആദ്യത്തെ ഇന്ത്യൻ ആരായിരുന്നു? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.